ഏറ്റവും രസകരമായ കാര്യം പച്ചക്കള്ളമാണ് ഈ മന്ത്രി പറഞ്ഞത്. ഞാൻ അവിടെ വിളക്കോളത്തിൽ പോകുന്നതല്ലാതെ അവിടെ പ്രസംഗിച്ചിട്ടില്ല. സാർ അതിന്റെ വോയിസ് മെസ്സേജ് എന്റെ കയ്യിലുണ്ട്. ആ വോയിസ് മെസ്സേജ് ഞാൻ ഇന്ന് അദ്ദേഹത്തിന് ഫോർവേഡ് ചെയ്ത് കൊടുക്കാം. പറഞ്ഞത് മറന്നുപോയതാണ്. ഈ സപ്ലൈകോ സജീവമാകുമ്പോഴാണ് മാർക്കറ്റ് നേരെയാവുന്നത്. വലിയൊരു പങ്കാണ് ഈ പ്രസ്ഥാനത്തിന് വഹിക്കാനുള്ളത്. അതിന് ഈ സീസണിൽ കഴിയട്ടെ, ന്യായമായ വിലയ്ക്ക് എല്ലാവർക്കും സാധനങ്ങൾ കിട്ടി എല്ലാവരും സന്തോഷത്തോടുകൂടി ഓണം ആഘോഷിക്കാനുള്ള അവസരം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് സപ്ലൈകോ നമ്മുടെ ഈ താലൂക്കിലെ ഓണം ഫെയർ ഇടാൻ ആരംഭിക്കുന്നത്. നമുക്കറിയാം രൂക്ഷമായ വിലക്കയറ്റമുള്ള ഒരു കാലമാണ്. എല്ലാ സാധനങ്ങളുടെയും വില വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. പ്രത്യേകിച്ച് സീസൺ വരുമ്പോൾ, ഫെസ്റ്റിവൽ സീസൺ വരുമ്പോൾ സ്വാഭാവികമായ വിലക്കയറ്റം ഉണ്ടാവും, കൃത്രിമമായ വിലക്കയറ്റം ഉണ്ടാവും മാർക്കറ്റ്. അപ്പോഴാണ് സപ്ലൈകോയുടെ പ്രസക്തി. മാർക്കറ്റ് ഇന്റർവെൻഷൻ നടത്തുക. അത് 13 സബ്സിഡൈസ്ഡ് ഐറ്റങ്ങൾ മാർക്കറ്റിലേക്കുള്ള വില താഴ്ത്തി സബ്സിഡി റേറ്റിൽ കൊടുക്കുമ്പോഴാണ് എല്ലാവരും വന്ന് സപ്ലൈകോയിൽ സാധനങ്ങൾ മേടിക്കുമ്പോൾ കൃത്രിമമായി ഉണ്ടാകുന്ന വിലക്കയറ്റം മാർക്കറ്റിൽ താഴോട്ട് പോകുന്നത്. അപ്പോൾ അതിന് സപ്ലൈകോയുടെ വർഷങ്ങളായിട്ടുള്ള മാർക്കറ്റിലെ ഇടപെടൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ അതുപോലെ ഇടപെടാൻ കഴിഞ്ഞില്ലെങ്കിൽ മാർക്കറ്റിൽ എല്ലാ സാധനങ്ങളുടെയും വില വർദ്ധിക്കും. ഇപ്പോൾ നമുക്കറിയാം കഴിഞ്ഞ 4 കൊല്ലം കൊണ്ട് വെളിച്ചെണ്ണയുടെ വില കൂടി, പഞ്ചസാരയുടെ വില കൂടി, എല്ലാ സാധനങ്ങളുടെയും വില കൂടി. രൂക്ഷമായ വിലക്കയറ്റം ഉള്ള സമയത്ത് ഒരു ഓണം എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ പേടിയാണ്. വീണ്ടും വില കയറാനുള്ള സാധ്യതകളുണ്ടാവും. അതിനെ തടുത്തു നിർത്തേണ്ട ചുമതലയാണ് സപ്ലൈകോയ്ക്ക് ഉള്ളത്. സാധനങ്ങളൊക്കെ വന്നാൽ എല്ലാം വന്നു. ആ സാധനങ്ങളെല്ലാം വന്ന് ആളുകൾ വന്ന് കയറുമ്പോഴാണ്, ഈ സപ്ലൈകോ സജീവമാകുമ്പോഴാണ് മാർക്കറ്റ് നേരെയാവുന്നത്. വലിയൊരു പങ്കാണ് ഈ പ്രസ്ഥാനത്തിന് വഹിക്കാനുള്ളത്. അതിന് ഈ സീസണിൽ കഴിയട്ടെ, ന്യായമായ വിലയ്ക്ക് എല്ലാവർക്കും സാധനങ്ങൾ കിട്ടി എല്ലാവരും സന്തോഷത്തോടുകൂടി ഓണം ആഘോഷിക്കാനുള്ള അവസരം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ ഓണം ഫെയർ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നമ്മളെന്തൊരു വെളിച്ചെണ്ണ കൊടുക്കണ്ടേ? ശരിക്കും നേരത്തെ 1/2 ലിറ്റർ അല്ലായിരുന്നു, 1/2 ലിറ്റർ അതാണ് സബ്സിഡി. പ്രതിപക്ഷ നേതാവ് പറവൂരിലെ അദ്ദേഹത്തിന്റെ നിയോജക മണ്ഡലത്തിലെ ഓണച്ചന്തയിൽ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിച്ചത് എല്ലാ സാധനങ്ങളും ഉണ്ടെന്നും നല്ല നിലയ്ക്കുള്ള ഇടപെടലാണ് ഇത്തവണ നടത്തിയെന്ന് പറഞ്ഞു. അതിന് അദ്ദേഹത്തിനോട് ഞാൻ നന്ദി പറയുകയാണ് സാർ. അദ്ദേഹത്തിനോട് നന്ദി പറയുകയാണ്. ഗവൺമെന്റ് പ്രവർത്തനങ്ങളെ നന്ദി പറയുകയാണ്. സാറേ, ഏറ്റവും രസകരമായ കാര്യം പച്ചക്കള്ളമാണ് ഈ മന്ത്രി പറഞ്ഞത്. ഞാൻ അവിടെ വിളക്കോളത്തിൽ പോകുന്നതല്ലാതെ അവിടെ പ്രസംഗിച്ചിട്ടില്ല. പച്ചക്കള്ളം പറയണേ. പറയില്ല. എനിക്ക് ആ വോയിസ് മെസ്സേജ് സാർ, ആ വോയിസ് മെസ്സേജ് ഞാൻ സഭയിൽ ചേർന്ന് നോക്കി പറയാം സാർ. അതിന്റെ വോയിസ് മെസ്സേജ് എന്റെ കയ്യിലുണ്ട്. ആ വോയിസ് മെസ്സേജ് ഞാൻ ഇന്ന് അദ്ദേഹത്തിന് ഫോർവേഡ് ചെയ്ത് കൊടുക്കാം. പറഞ്ഞത് മറന്നുപോയതാണ്. എനിക്ക് വോയിസ് മെസ്സേജ് അയച്ചു തന്നത് അതേപടി ഞാൻ അങ്ങ് അദ്ദേഹത്തിന് അയച്ചു കൊടുക്കാം. പിന്നെ മനോരമക്കാര് വീട്ടിൽ വന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ, തിരുവോണത്തിന് ഭക്ഷണം കഴിക്കുമ്പോൾ മനോരമ വന്ന് പറഞ്ഞത് എന്താ? അവർ കയറി വരുമ്പോഴേ പറഞ്ഞു വരുന്നത് കേരളത്തിലെ എല്ലാ ജനങ്ങളെയും സന്തോഷത്തോടു കൂടി ഊട്ടിയ ഭക്ഷണം കഴിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുത്ത മന്ത്രിയുടെ ഭക്ഷണം എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. സാർ, ഇത് ഒരു യാഥാർത്ഥ്യമല്ലേ സാർ? ഇതൊരു യാഥാർത്ഥ്യമല്ലേ? ഇത് കണ്ണടച്ച് ഇരുട്ടാക്കിയാൽ ഇരുട്ടാവും സാർ. 2016 മുതൽ സാർ 2016 2025 വരെ നേരത്തെ പറഞ്ഞു. ഞാൻ മനോരമയുടെ വാർത്തയുടെ അടിസ്ഥാനത്തിലാണ്. മനോരമയിൽ പറഞ്ഞു ഇന്ത്യയിൽ 1ാമത്തെ വിലക്കയറ്റം കേരളത്തിലാണെന്ന് മനോരമയുടെ വാർത്ത ഈ മന്ത്രി അംഗീകരിക്കുന്നു. സാർ, എല്ലാ വാർത്തയിലും പത്രത്തിന്റെ പത്രധർമ്മമുണ്ട്, എല്ലാ വാർത്തയിലും. പക്ഷെ അവരുടെ ഒരു ധർമ്മമുണ്ട്. ആ ധർമ്മമാണ് എഡിറ്റോറിയലായിട്ട് വരുന്നത്. നേരിട്ട് വന്നവർ പറഞ്ഞതൊക്കെ അതെല്ലാം നമ്മൾ ആ രീതിയിൽ കാണണ്ടേ? എല്ലാത്തിനും വിശ്വനാഥിനെ പോലെ കാണാൻ പറ്റുമോ സാർ?
Yes, Minister, please. 2016 മുതൽ 2025 ഓഗസ്റ്റ് വരെയുള്ള 7,270 കോടി രൂപ സപ്ലൈകോ വഴി മാർക്കറ്റ് ഇന്റർവെൻഷനും ജനങ്ങൾക്ക് ആശ്വാസം പകരാനുമായി ഇടതുപക്ഷ ഗവൺമെന്റ് 1ഉം 2ഉം പിണറായി സർക്കാർ അനുവദിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഒരു യാഥാർത്ഥ്യമാണെന്ന് പറയുകയാണ്. ഒരു ആശങ്കയും വേണ്ട സാർ. കേരളത്തിലെ ജനങ്ങൾ ഇനിയുള്ള നാളിൽ സുഭിക്ഷമായി സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലും മറ്റ് കൺസ്യൂമർ ഫെഡിന്റെ സ്ഥാപനങ്ങളിലും അതുപോലുള്ള സർക്കാരിന്റെ സ്ഥാപനങ്ങളിൽ വില കുറച്ച് സാധനങ്ങൾ വാങ്ങാനും ആശ്വാസം പകരാനും ആവശ്യമായ നടപടികൾ ഈ ഗവൺമെന്റ് സ്വീകരിക്കുമെന്നുള്ള കാര്യത്തിൽ ഞാൻ സൂചിപ്പിക്കാം. വാമന സ്റ്റോർ കൊണ്ടുവന്ന് മാവേലിയെ ചവിട്ടി താഴ്ത്തിയവരാണ് അവര്. ഞങ്ങളത് ചെയ്യില്ല. മാവേലിയെ ചവിട്ടി താഴ്ത്തിയവരാണ് എന്നുള്ള കാര്യം മറന്നു പോകരുത്. ഞങ്ങളെ സഹകരിപ്പിച്ചെന്ന് പറയുന്ന എല്ലാ സർക്കാരിന്റെ കാലത്തും എല്ലാ നിയോജകമണ്ഡലങ്ങളിലെ ഓണച്ചന്ത ഉദ്ഘാടനം ചെയ്യണം. അതായത് MLA-മാര് നിങ്ങൾ ഏതാണ്ട് ഞങ്ങളെ ഔദാര്യം കാട്ടി ഞങ്ങളെ ക്ഷണിച്ച പോലെയാണ് നിങ്ങൾ സംസാരിക്കുന്നത്. എല്ലാ കാലത്തും അങ്ങനെയാണ്. എല്ലാ കാലത്തും അത് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് നന്നായി. പ്രതിപക്ഷ നേതാവ് ഇത്തരത്തിൽ ഈ അവസരത്തിലെങ്കിലും അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയത് നന്നായി എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഗവൺമെന്റിന്റെ വാർഷികങ്ങളെയെല്ലാം ഗവൺമെന്റിന്റെ നല്ല പദ്ധതികളെയെല്ലാം ബഹിഷ്കരിച്ചു പോയ പ്രതിപക്ഷത്തിന് തിരിച്ചറിവുണ്ടായി എന്നുള്ളത് സന്തോഷമുള്ള കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. സാർ, കേരളത്തിലെ വെളിച്ചെണ്ണ വില വർദ്ധിക്കാനുള്ള പ്രവണത കണ്ട് ഉടനെ തന്നെ ഞങ്ങൾ വ്യവസായ മന്ത്രിയും കൃഷി മന്ത്രിയും ഞാനുമടക്കം ഉദ്യോഗസ്ഥരടക്കം അതിനാവശ്യമായ ഇടപെടൽ നടത്തി. 529, 550 രൂപ വെളിച്ചെണ്ണയ്ക്ക് വില വർദ്ധിച്ചപ്പോൾ അത് കാണാതെ പോയ ആളുകളല്ല, അതിനിടപെട്ട് അതിന്റെ വില കുറച്ചു കൊണ്ടുവന്നു. ഇനിയും കുറയ്ക്കുമെന്ന് മെനഞ്ഞാന്നാണ് ഈ സഭയിൽ ഞാൻ പറഞ്ഞത്. ഇനിയും കുറയ്ക്കും എന്ന് പറഞ്ഞാൽ ആ കുറവ് പ്രതിഫലിക്കണം മറ്റ് കടകളിൽ. ഇവിടെ വെളിച്ചെണ്ണയുടെ വില കുറഞ്ഞപ്പോൾ വലിയ മാളുകളിൽ അവരുടെ നിലവിലുള്ള റേറ്റ് വെട്ടി നമ്മുടെ വിലയ്ക്കനുസരിച്ച് വില കുറച്ച അനുഭവം നമുക്കെല്ലാം ഉണ്ട്. അപ്പം അതുകൊണ്ട് വെളിച്ചെണ്ണയുടെ വില കുറയ്ക്കാൻ ഫലപ്രദമായി ഇടപെട്ടതിന്റെ കണക്കുകൾ ഇവിടെ വിശദീകരിച്ചു. ഇനിയും കുറയ്ക്കുമെന്ന് ഞങ്ങൾ സൂചിപ്പിക്കുകയുണ്ടായി. സാർ, ഈ ഓണക്കാലത്ത് മാത്രം 22,36,441 ലിറ്റർ ശബരി വെളിച്ചെണ്ണ സപ്ലൈകോ ഔട്ട്ലെറ്റിലൂടെ വിറ്റു എന്ന് പറഞ്ഞാൽ ഇത് നാട്ടിലെ ആളുകളല്ലേ സാർ ഇത് വാങ്ങിച്ചത്? ഓരോ കാർഡുകാരനും വിഷ്ണുനാഥ് പറയുന്ന കേട്ട് പപ്പടം കാച്ചാൻ വെളിച്ചെണ്ണയും പപ്പടവും കൂടെ അടുക്കൂലെന്ന്. അത് വേറെ എന്തോ സൂക്കേടാണ്. അത് കർണാടകയിലായിരിക്കും ഇവിടെ പറഞ്ഞതുപോലെ. ഇവിടെ യാതൊരു പ്രശ്നവുമില്ല. ഒരു വീട്ടമ്മയ്ക്കും നിങ്ങൾ അറിയേണ്ടത് AAY കാർഡുകാരായിട്ടുള്ള അതിദരിദ്ര കുടുംബങ്ങൾ 6 ലക്ഷം കുടുംബങ്ങൾക്ക് 1/2 ലിറ്റർ വെളിച്ചെണ്ണ സൗജന്യമായി ഗവൺമെന്റ് കൊടുത്തു. വില കുറച്ചു കൊടുത്തതിന് പുറമെയാണ്. അവരെല്ലാം പപ്പടം കാച്ചി, അവരെല്ലാം ഓണാഘോഷിച്ചു. അവിടെ ആ കുടുംബങ്ങളിലൊന്നും ഒരു പ്രയാസം ഉണ്ടായില്ല. ഉപ്പേരിയും വറുത്തു. സാർ, മറ്റൊന്ന് സാർ, 1965 മുതൽ സാർവത്രിക റേഷൻ ഉണ്ടായിരുന്ന സംസ്ഥാനത്ത് NFSA നിയമം വന്നതോടുകൂടിയാണ് നമുക്ക് 2 ലക്ഷം മെട്രിക് ടൺ അരി പോയത്. അതിവിടെ പല അംഗങ്ങൾ സൂചിപ്പിച്ചതുകൊണ്ട് ഞാൻ പറയുന്നില്ല. 57% മലയാളിയാണ് സ്റ്റാറ്റ്യൂട്ടറിയായി കിട്ടിക്കൊണ്ടിരുന്ന റേഷൻ സംവിധാനത്തിന് പുറത്തേക്കായത്. നമുക്ക് ലഭിച്ചിരുന്ന ആരാ കൊണ്ടുവന്നത്? ഇവിടെ എന്തൊരു വിലാപം നടത്തുന്നു സാർ. എന്താ ഇതിന്റെ അവസ്ഥ? 43% പരിമിതപ്പെടുത്തി ഭക്ഷ്യധാന്യം 57% മലയാളിക്ക് നിഷേധിച്ചത് ഇവരല്ലേ? അതുകൊണ്ടല്ലേ കഴിഞ്ഞ ഈ സഭയ്ക്കകത്ത് ഏകകണ്ഠമായി പ്രമേയം അവതരിപ്പിച്ച് അതിനു മുമ്പ് അവരുമായി സംസാരിച്ച് പ്രമേയത്തിലെ മാറ്റങ്ങളെല്ലാം ഞാൻ ഉൾക്കൊണ്ടുകൊണ്ട് പ്രമേയം തിരുത്തി അവതരിപ്പിക്കാൻ നിൽക്കുമ്പോൾ അവരിറങ്ങിപ്പോയി. അവർക്ക് ആ കുറ്റബോധമല്ലേ? ഈ മലയാളിക്ക് അരി നിഷേധിച്ച, അരി നൽകില്ലെന്ന് പറഞ്ഞ കേന്ദ്ര ഗവൺമെന്റിനോട് ചോദ്യം ചെയ്യാൻ, ഇത് ഈ നിമിഷം വരെ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കാൻ എപ്പോഴും ഗവൺമെന്റിനെ കുത്തുന്ന ആ നിലപാടുമായി അധിക ദൂരം പോയാൽ നിങ്ങൾക്ക് നിരാശപ്പെടേണ്ടി വരുമെന്നുള്ള കാര്യം ഞാൻ പറയുകയാണ്. സാർ, ട്രേഡ് ഓവർ നിരക്കിൽ 8.30 അരി നൽകണമെന്ന് ആവശ്യപ്പെട്ട് നൽകിയില്ലെങ്കിലും ആവശ്യാനുസരണം അരി കൊടുക്കും. സാർ, ഇവിടെ കോവിഡിന്റെ കാലത്ത് ദുരന്ത കാലഘട്ടങ്ങളിൽ നമുക്ക് നൽകിയ അരിയുടെ വില വാങ്ങിച്ചതിന്റെ കണക്കെല്ലാം ഇവിടെ പറഞ്ഞു. അപ്പോൾ പോലും ഒന്നും പ്രതികരിച്ചില്ലല്ലോ. അവർ വിലക്കയറ്റത്തെക്കുറിച്ച് ഇന്ന് പറയുന്നുണ്ടല്ലോ. ഏറ്റവും ദുരന്തം അനുഭവിച്ച കേരളം അനുഭവിച്ച നാളുകളിൽ
നൽകിയ അരിക്ക് പണം ഈടാക്കി പിടിച്ചു വാങ്ങിയ നിലപാട് കേന്ദ്രം സ്വീകരിച്ചില്ലേ? അന്ന് എന്തെങ്കിലും അക്ഷരം വേണ്ടിയോ? അതെ, വിറ്റ് കൊടുക്കണമെന്ന് കോടതി പോയ ആളുകളാണ് സാർ. അതിൻ്റെ ഞാൻ ദീർഘമായ മറ്റു കാര്യങ്ങളെ കിടക്കുന്നില്ല സാർ. കഴിഞ്ഞ ഓണക്കാലത്ത് സർക്കാരിൻ്റെ ഇടപെടൽ, റേഷൻ കടയിലുള്ള ഇടപെടലിൽ 1,49,407 മെട്രിക് ടൺ അരിയാണ് റേഷൻ കട വഴി വിതരണം ചെയ്തത്. നല്ല ഒന്നാന്തരം അരി മൊത്ത കച്ചവടക്കാര് കടപൂട്ടിയിരിക്കേണ്ട അവസ്ഥ ഉണ്ടാക്കിയതാണ് സാർ. 597 കോടി രൂപയുടെ വില, 40 രൂപ വെച്ച് വില ഇട്ടാൽ പോലും 597 കോടി രൂപയുടെ അരി നമ്മുടെ മാർക്കറ്റിലെത്തി സാർ. ഇത് മാത്രമാണോ? മറ്റ് കാർഡുകളുടെ കണക്കെടുത്ത് നോക്കിയാലുള്ള സ്ഥിതി എന്താ സാർ? 87% മലയാളി കുടുംബങ്ങൾ റേഷൻ കടയിൽ നിന്ന് അരി വാങ്ങിപ്പോയതല്ലേ? 87% ചരിത്രത്തിലെ സംഭവമല്ലേ? AOI കാർഡുകാർ 99% അരി വാങ്ങി. PHS കാർഡുകാർ 97% പേർ വന്ന് വാങ്ങിയിരിക്കുകയാണ്. ആ കുടുംബങ്ങൾ ഇവരുടെ ഈ വിലക്കയറ്റത്തിന്റെ കഥ പറഞ്ഞ് പ്രസംഗിച്ചത് അവരാരെങ്കിലും വിശ്വസിക്കുമോ സാർ? ഇവർ ഇനിയെങ്കിലും തിരുത്തണ്ടേ അത് സാർ? AOI കാർഡുകാർക്കും ക്ഷേമ സ്ഥാപനങ്ങൾക്കും 6,14,217 സൗജന്യ ഭക്ഷ്യക്കിറ്റുകൾ വിതരണം ചെയ്യും സാർ. ഇതൊക്കെ കൊണ്ടാണ് സാർ ഓണത്തിന് അരിയുടെ വില 1 പൈസ വർദ്ധിച്ചില്ല എന്ന് നമ്മൾ അഭിമാനത്തോടെ പറയുന്നു. ഇവരെവിടെ വില കൂടിയെന്ന് പറഞ്ഞത്? വെളിച്ചെണ്ണയുടെ കാര്യം ഞാൻ ആദ്യം പറഞ്ഞു, അരിയുടെ കാര്യം പറഞ്ഞു, മുളകിന്റെ കാര്യം പറഞ്ഞാലോ? 500 ഗ്രാം മുളക് സബ്സിഡിയായി കൊടുത്ത സ്ഥാനത്ത് 2 കിലോ മുളക് കൊടുക്കുന്ന നിലപാട് സ്വീകരിച്ചില്ലേ സാർ? എല്ലാ സാധനങ്ങളും, സബ്സിഡി സാധനങ്ങൾ ഇരട്ടിയായി കൊടുത്തില്ലേ? അത് കൊടുത്തത് അംഗീകരിക്കണ്ടേ? എങ്കിലും കുറ്റപ്പെടുത്താതിരിക്കണ്ടേ? ആ നിലപാടുകൾ സ്വീകരിക്കണ്ടേ? സാർ, ഇത്തവണ ഓണവുമായി ബന്ധപ്പെട്ട് ഇവിടെ മന്ത്രി സൂചിപ്പിച്ചല്ലോ, 2000 കർഷക ചന്തകളാണ്. അത് കർഷകരിൽ നിന്ന് സംഭരിച്ചത് 1193 ടൺ പഴങ്ങളും പച്ചക്കറിയും കൃഷി വകുപ്പ് സംഭരിച്ചു. 10% വില കൂട്ടി കർഷകന് കൊടുത്തു, 30% വില കുറച്ച് ഉപഭോക്താക്കൾക്ക് കൊടുത്തു. ഏത് ഗവൺമെന്റാണ് സാർ ഇങ്ങനെ ഇടപെടുന്നത്? ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തെ കോൺഗ്രസിന്റെ ഗവൺമെന്റ് അത്തരം ഒരു നിലപാട് സ്വീകരിക്കുന്നതായിട്ട് പറയാൻ കഴിയുമോ? ഇവർ പ്രസംഗിച്ചല്ലോ. കേരളത്തിലെ ഗവൺമെന്റിനെ കുറിച്ചും ഭക്ഷ്യവകുപ്പിനെ കുറിച്ചും കുറ്റപ്പെടുത്തിയല്ലോ. ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ് ഈ പ്രമേയം അവതരിപ്പിച്ച വിശ്വനാഥിന് കർണാടകയിലെ ചുമതലയുണ്ടല്ലോ. ആ കർണാടകയിലെ ഗവൺമെന്റ് മാതൃകയായി ഞങ്ങൾ ഇന്നത് ചെയ്യുന്നു എന്ന് പറയാമോ സാർ? ഇല്ല, വഴങ്ങില്ല സാർ. വിലക്കയറ്റത്തിൽ മാത്രമല്ല വിഷ്ണു വഴങ്ങുന്നില്ല മിനിസ്റ്റർ പറ. സാർ, നമ്മുടെ കുടുംബശ്രീ, നമ്മുടെ സഹോദരിമാർ, സാർ, നമ്മുടെ കുടുംബശ്രീ സഹോദരിമാർ സാധാരണയാണ്. കഴിഞ്ഞ വർഷം 28.47 കോടി രൂപയുടെ ഉൽപ്പന്നങ്ങളായിരുന്നെങ്കിൽ ഇത്തവണ, ഞാൻ സംസാരിച്ചിട്ട് വഴങ്ങാം, ഇത്തവണ 40 കോടിയുടെ വിൽപ്പനയാണ് സാർ. കുടുംബശ്രീക്കാരുടെ വിൽപ്പന 40 കോടിയാണ് സാർ. അവർ പൂക്കൃഷിയിലേക്ക് ഇറങ്ങി, പച്ചക്കറി കൃഷിയിലേക്ക് 1943 വിപണന കേന്ദ്രങ്ങൾ സംഘടിപ്പിച്ചു സാർ. ഇത് ഇവർക്ക് ഇഷ്ടപ്പെടില്ല. ഇവർ പറഞ്ഞതല്ല ഞാൻ കേട്ടു. എന്ത് ചെയ്യാൻ പറ്റും? അദ്ദേഹം വഴങ്ങുന്നില്ല, മിനിസ്റ്റർ വഴങ്ങുന്നില്ല. ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ മിനിസ്റ്റർ? വഴങ്ങുന്നില്ല സാർ. 2016 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 5 വർഷക്കാലം വില വർദ്ധിപ്പിക്കില്ല എന്ന വാഗ്ദാനം കൊടുത്തു സാർ. 5 വർഷക്കാലം മാത്രമല്ല, 8 വർഷക്കാലം വില വർദ്ധിപ്പിച്ചില്ല. സബ്സിഡി വില വർദ്ധിപ്പിക്കാതെ ജനങ്ങൾക്ക് 10 വർഷക്കാലത്തോളം ഒരേ വിലയ്ക്ക് സാധനം കൊടുത്ത ആ നിലപാട് നല്ലതെന്ന് പറയണ്ടേ? നല്ലതെന്നല്ലേ പറയേണ്ടത് സാർ? ഞാൻ വേറൊരു കാര്യം കൂടെ സൂചിപ്പിക്കാം. വിഷ്ണു, അവര് വഴങ്ങുന്നില്ല, എവിടെ ഇരുന്നോ? അതിന് ചെറിയ സാർ, ഇതെല്ലാം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ സാർ, ഇതെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതെല്ലാം ഞങ്ങളുടെ ഗവൺമെന്റ്, ഈ ഗവൺമെന്റ് മാത്രമല്ല, ഞങ്ങളുടെ ചരിത്രം അതാണ് സാർ. പാവപ്പെട്ടവരെ ചേർത്ത് നിർത്താൻ, അവർക്ക് ആശ്വാസം പകരാൻ, ഓണക്കാലത്ത് ന്യായവിലയ്ക്ക് സാധനം കൊടുക്കുക, ഇതെല്ലാം ഞങ്ങളുടെ ചരിത്രമാണ്. മുതലാളിമാരെ അവരെ എല്ലാം പീഡിപ്പിച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അത്തരം വിലവർദ്ധനവിൽ നിന്ന് മോചിതമാക്കാൻ വേണ്ടിയുള്ള ഇടതുപക്ഷ മനസ്സാണ് ഇടതുപക്ഷ ഗവൺമെന്റുകൾ ഓരോ ഘട്ടങ്ങൾ നടപ്പാക്കിയത്. ഞാൻ അതിന്റെ കഥകളൊന്നും പറഞ്ഞു പോകുന്നില്ല.
സാർ അതാണ് ഇവിടെ സൂചിപ്പിച്ചല്ലോ, 13 തവണയായി കോവിഡ് കാലത്ത് 13 തവണ 12 കോടി 30 ലക്ഷം കിറ്റുകൾ മലയാളിയുടെ എല്ലാ കുടുംബങ്ങളിലും എത്തിച്ച ഗവൺമെന്റാണിത്. ആ കിറ്റുമായി ബന്ധപ്പെട്ടും അതിനോടനുബന്ധിച്ചും കൊടുത്ത അരിക്ക് വില കൊടുത്തതിന്റെ കഥ ഞാൻ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി. സാർ 95 ലക്ഷം വരുന്ന കാർഡ് ഉടമകളിൽ 56,73,000 കുടുംബങ്ങൾ എന്ന് പറഞ്ഞാൽ ഏകദേശം 2.25 കോടിയോളം വരുന്ന ജനസംഖ്യ ഇത്തവണ സപ്ലൈകോയുടെ ഔട്ട്ലെറ്റുകളിലേക്ക് വന്ന് സാധനം വാങ്ങിയതിന്റെ കണക്കാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. സാർ അത് സർവകാല റെക്കോർഡാണ്, ചരിത്രത്തിലെ റെക്കോർഡാണ്. 15 കോടിയാണ് വിൽപ്പനയിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത്. എന്നാൽ ഒരു ദിവസം 24-25 കോടിയോളം വിൽപ്പനയിലേക്ക് പോയി. അതാണ് ഇവിടെ പറഞ്ഞ 386 കോടി രൂപയുടെ വിറ്റുവരവ്. സബ്സിഡി വിൽപ്പന 180 കോടി. ഈ കാലയളവിൽ 56,73,960 ഉപഭോക്താക്കൾ സപ്ലൈകോയെ ആശ്രയിച്ചു എന്നുള്ളതാണ്. ഒരു കുടുംബത്തിൽ 4 പേർ വെച്ച് കൂട്ടിയാൽ അതാണ് ഞാൻ പറഞ്ഞത്, 2 കോടിയോളം മലയാളികൾ നേരിട്ട് ഇടപെടുകയുണ്ടായി. ഇപ്രകാരമുള്ള വിപണി ഇടപെടലുകളും അതിന്റെ വിജയവും കേരളത്തിലെ പൊതുസമൂഹം എന്ന പോലെ മാധ്യമങ്ങളെല്ലാം തന്നെ അംഗീകരിച്ച്, മാധ്യമങ്ങളെല്ലാം പ്രകീർത്തിച്ച് അഭിനന്ദിച്ച ഇത്തരം ഒരു ഘട്ടത്തിലാണ് വിലക്കയറ്റത്തിന്റെ വിഷയത്തിൽ വന്നത്. ഞാൻ മുഖപ്രസംഗം എഴുതി, കേരളമോദിയുടെ മുഖപ്രസംഗം. മലയാള മനോരമ നേരിട്ട് വന്ന് എന്നോട് ഇന്റർവ്യൂ നടത്തി പോവുകയുണ്ടായി. സാധാരണ ഉണ്ടാകുന്നതല്ല. എല്ലാ പത്രങ്ങളും, ഒരു പത്രം മാത്രം, എല്ലാ പത്രങ്ങളും മാധ്യമങ്ങളും എല്ലാം, അവരെ എല്ലാം ഞാൻ അഭിനന്ദിക്കുകയാണ് സാർ. യാതൊരു വിലക്കയറ്റവും ഉണ്ടായില്ല എന്നതാണ് വസ്തുത. അവശ്യ സാധനങ്ങളുടെ വില ക്രമാതീതമായി വർദ്ധിച്ചു എന്നത് ഒരു സാങ്കല്പിക കഥയിലെ ഓർമ്മ പങ്കുവയ്ക്കാൻ വേണ്ടിയാണ് അവരിത് ഉപയോഗിച്ചത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഞാൻ മറ്റ് ദീർഘമായ കാര്യങ്ങളിലേക്ക് കടന്നു പോകുന്നില്ല. സപ്ലൈകോയ്ക്ക് സർക്കാർ പണം അനുവദിക്കുന്നില്ല എന്ന് ഒരു ആരോപണം ഇവിടെ പറയുകയുണ്ടായി. സാർ, ഈ സാമ്പത്തിക വർഷം വിപണി ഇടപെടലിന് വകയിരുത്തിയിരുന്ന 250 കോടി രൂപയും സപ്ലൈകോയ്ക്ക് നൽകിയിട്ടുണ്ട് എന്നുള്ള കാര്യം സൂചിപ്പിക്കുകയാണ് സാർ.